ആ ശരി ശരി ഞാൻ വെക്കുക. അളിയ സീന് കോമഡി. അമ്മയെ വിളിച്ചത് ഞങ്ങളുടെ വീടിന്റെ ഒരു 4 വീട് അപ്പുറം ഒരു വീട്ടുകാരുണ്ട്. ആ വീട്ടിലെ ചെറുക്കൻ അങ്ങ് അമേരിക്കയില. അവന്റെ കല്യാണം ഈ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നു. കാര്യം പറഞ്ഞിരിക്കണ്ട് അത്ര കോമഡി. അളിയാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പെണ്ണിനെ ആ വീടിന്റെ മുറ്റത്തിറക്കി വിട്ടിട്ട് പോയടിയാ. എന്റെ ദൈവം, ഇതിനാണോ ചിരിക്കണത്? എനിക്ക് കൂടെ ചിരി. ഇതിന്റെ കാരണം എന്താന്ന് ചോദിക്കേ. പെണ്ണ് ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡറാടാ? അപ്പൊ ചെറുക്കനെ ചതിച്ചവര്? ആ അതല്ലേ ട്വിസ്റ്റ് ഇരിക്കണേ. അവിടെയാണല്ലേ ട്വിസ്റ്റ്. യവൻ കല്യാണം കഴിച്ചു, ഇവരുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ഇവൻ പറയണത് ഇവളെ വീഡിയോ കോളിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇവൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവളെ കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്ത് ഇറക്കി വിടുക. അപ്പൊ ഇവൻ പറഞ്ഞത് ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ചോദിച്ച് പറഞ്ഞ് വന്നപ്പോഴാണ് വൺ ട്വിസ്റ്റ്. പെണ്ണ് ട്രാൻസ്ജെൻഡർ ഒന്നും അല്ലെന്നേ. ആ പെണ്ണ് ഈ നാട്ടിൽ പഠിച്ചു വളർന്നൊരു പെങ്കൊച്ചാ. പിന്നെ അവിടുത്തെ പള്ളിയും പഞ്ചായത്തിലും ഒക്കെ ഉള്ളൊരു പെങ്കൊച്ചല്ലേ. അതാണ് അളിയ ആക്രാന്തം. ആ എന്തിന് അളിയ ഈ പെങ്കൊച്ചിന് ഇവൻ അന്നല്ലേ കാണണേ, കല്യാണത്തിന് ഒന്നാണല്ലോ കാണുന്നത്. അപ്പൊ ഇവൻ ഫസ്റ്റ് നൈറ്റിൽ കയറി പെണ്ണിനെ കയറി പിടിച്ചളിയ. അളിയ സ്വന്തം ഭാര്യ അല്ലാണ്ട് വല്ലവന്റെ ഭാര്യ കയറി പിടിക്കാൻ പറ്റും? നീ എന്തി പറയണേ? ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞോണ്ട് ആക്രാന്തം മുത്തിട്ടും അങ്ങോട്ട് ചാടിക്കറി ചെല്ലുവാണ്. ഇതിനൊക്കെ ഒരു നയവക്കില്ലേ? പേടിച്ചാണോ എന്റെ കൊച്ചു? ആ പെണ്ണ് കയറി പേടിച്ചു പോയെന്നേ. പക്ഷെ ഇവൻ ഇതും പറഞ്ഞോണ്ട് ഈ പെങ്കൊച്ചിനെ ആ വീടിന്റെ മുറ്റത്ത് ഇറക്കി വിട്ട്. എന്നിട്ട് ഇവനൊരു കഥ അങ്ങാ നാട്ടിൽ അടിച്ചിറക്കിയേക്കുക, ഇവള് ട്രാൻസ്ജെൻഡർ ആണെന്ന്. എന്ത് ചെറുക്കനല്ലേ? എന്നിട്ട് പിന്നെ ഇവൻ പറയുവാണ് ഇവന്റെ എന്താ അവന്റെ സ്വപ്നത്തിലുള്ള നായികയല്ലെന്ന അവള്. എന്റെ ഐശ്വര്യനെ കൊണ്ട് കിട്ടിക്കാൻ പറ്റും അവനെ? എനിക്കറിയത്തില്ല പൊന്നാളിയ. അവൻ കല്യാണത്തിന് അന്ന് മാത്രമാണ് ഈ പെണ്ണിനെ കണ്ടെങ്കിൽ ഈ പറഞ്ഞ സേവ് ദ ഡേറ്റിനും ഈ പറഞ്ഞ എൻഗേജ്മെന്റിനും ഒക്കെ പിന്നെ ആരെയും ഇവൻ കണ്ടത്? ശരിയോ? ഞാൻ ആലോചിക്കുവോളെ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എങ്ങനെ കല്യാണം കഴിക്കും? പോയിന്റ് ഇതുകൊണ്ടാണ് ഞാൻ കെട്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്, മനസ്സിലായ? ഞാനും എത്ര പ്രപ്പോസൽസ് വീട്ടുകാർ കൊണ്ടെന്ന് അറിയാം. എനിക്ക് ടെൻഷൻ. ഞാൻ എങ്ങനെ ഇനിയിപ്പോ ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞെടുത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. നീ എന്തിനാ പേടിക്കണത്? അതാ പിന്നെ ഞാൻ പേടിക്കണ്ടേ? ഇത്ര സൗന്ദര്യമുള്ള ഒരുത്തന്നെ എനിക്ക് ഇങ്ങനെ സങ്കല്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി, നല്ല സ്വഭാവമായാൽ മതി ഞാൻ. പക്ഷെ അവന് ചിലപ്പോ എങ്ങാനും ഇനിയിപ്പോ എന്റെ സൗന്ദര്യം കൂടുതലാന്ന് പറഞ്ഞ് സംശയരോഗം വല്ലതും കയറി രാത്രി എന്നെ ഞെക്കി കൊല്ലുകയൊക്കെ ചെയ്താലോ? നിനക്ക് വയ്യേ? അതാടി അങ്ങനെ പറഞ്ഞേ. അളിയാതെ സൗന്ദര്യമുള്ളവരെ പേടിച്ചാ പോരെ, നീ എന്തിനാണ് പേടിക്കുന്നത്? നിന്റെ കാര്യമല്ലേ പറഞ്ഞ, എന്റെ കാര്യം പറഞ്ഞത്. അളിയോ നിനക്ക് ശരിക്കും പറഞ്ഞ ചെറിയ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ പോണ്, നീ ബാക്കി അമ്മയെ വിളിച്ച് സംസാരിക്കും. അയ്യടി അവളുടെ ഒരു കുശിമ്പ് കണ്ടില്ലേ? സൗന്ദര്യം ഇല്ല എനിക്ക്. അതാണോ പുതിയ പ്രപ്പോസൽസ് ഒന്നും വരാത്തെ? അല്ല മാവ, നമ്മള് ട്രിപ്പ് പോണ കാര്യം മാഡത്തിനോട് സൂചിപ്പിച്ചായിരുന്നോ? പോയി പറഞ്ഞു. മാഡത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവര് പറയണത് വല്ല കാശിയോ രാമേശ്വരോ ആണെങ്കിൽ നോക്കാന്ന്. കാശി രാമേശ്വരം ഒക്കെ പോകാൻ വേണ്ടി ഇതെന്താ നമ്മൾ സന്യസിക്കാൻ പോണോ? നമ്മൾ ചില്ലിയാണല്ലേ പോണത് അമ്മാവാ. അത് നമുക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവണ്ടേ? അവര് പറയണത് ഈ പ്രായത്തില് പുണ്യ സ്ഥലങ്ങളിൽ പോകണമെന്നാണ് അവര് ആഗ്രഹം. ഇപ്പൊ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ പുണ്യ സ്ഥലങ്ങളും അപ്പൊ ശരിക്കും പറഞ്ഞ ട്രിപ്പ് ക്യാൻസലായി. എന്തിനു ക്യാൻസൽ ചെയ്യണം? ആ തള്ളലേക്ക് വലിച്ചോട് പോകേണ്ട കാര്യം എന്താ? നമുക്കൊക്കെ പോയാൽ പോരെ ചുമ്മാ നെഗറ്റീവ് അടിക്കാനായിട്ട്. സംഭവമൊന്നുമില്ലളിയാ, മേടോട് ഒറ്റയ്ക്കല്ലേ. അപ്പൊ അവർക്ക് ആഗ്രഹങ്ങൾ കാണൂല്ലോ എവിടെങ്കിലൊക്കെ പോകണമെന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും അമ്മാവനോട് ചോദിക്കാൻ പറഞ്ഞത്. പിന്നെ ഇല്ല, അതൊക്കെ ശരി തന്നെ. ചില സമയം അവരെ കാണുമ്പോൾ പാവം തോന്നും. പിന്നെ ചില സമയത്ത് അവരെ സ്വഭാവം കാണുമ്പോഴും വല്ലതും പിടിച്ച് പറയാൻ തോന്നും. പിന്നെ ചേച്ചിയുടെ പ്രായമുണ്ട്, അതാണ് ഞാൻ ഒന്നും പറയാത്തത്. സത്യത്തിൽ അവര് കല്യാണം കഴിക്കാൻ നന്നായല്ലേ മാവാ? അങ്ങനെ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാളിയ, അവർക്കൊരു മോനുണ്ട്. ആ ചെറുക്കനുണ്ടല്ലോ കല്യാണം കഴിച്ചുകൊണ്ട് ആ പെണ്ണിനെ ഇവർ പോരെടുത്ത് കൊല്ലൂലേ? അത് ശരി, അവർക്കൊരു മോനുണ്ടാകും നിന്നെ കെട്ടിച്ചു കൊടുക്കാറ് ഇപ്പൊ റീച്ചതാവുമല്ലോ. പിന്നെ അല്ലാത്തന്നെ അവർക്കെന്നെ കണ്ണെടുത്താ കണ്ടൂടാ. ഇനി ഞാൻ അവരുടെ മോനെയും കെട്ടി മരുമോളായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എണ്ണയിലിട്ട് ചുട്ടുകൊല്ലു. അങ്ങനെ പറയല്ലേ. അവരെ ചില സമയത്തൊക്കെ പഞ്ചപാവമാണ്, സത്യം. അതുമല്ല എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ഭയങ്കര ടെൻഷനും പേടിയാണ്. ഇവിടെ എന്താ നിങ്ങളുടെ പ്ലാൻ? അയ്യോ ഇതെന്താ? ചോക്ലേറ്റ് എടുക്ക്.
എന്റെ ആന്റി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. എന്നാ എനിക്കൊന്നാ നിനക്കെന്തിനാ ഒരെണ്ണം മതി. ഡേയ് എന്റെ മാമി വന്നിട്ട് അമേരിക്കന്ന് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ, ഒരു കുപ്പിയൊക്കെ കൊണ്ടുവന്നൂടെ? എടി കുപ്പി മാത്രമേ ഉള്ളൂ വരാത്തത്, ബാക്കി എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട്. പെർഫ്യൂം ഉണ്ട്, ക്രീം ഉണ്ട്, അത് ഫെയർനെസ് ക്രീം ഒരെണ്ണമുണ്ട്, പിന്നെന്താ എന്തൊക്കെയോ കുറേ സാധനം ഉണ്ട്. ബട്ട് കുപ്പി മാത്രമില്ല അളിയാ. എന്നാ എല്ലാം എടുത്ത് വെച്ചേട്ടോ, ചേച്ചിമാരെ ആവശ്യം വരുമ്പോ വന്നെടുത്തോളാം. സോറി മുത്ത, ഇത് മാത്രം തരാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലിയുള്ള സംഭവം. എന്റെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. എന്താണെന്നറിയോ, അത് ഇവളുടെ മാമിയുടെ ഒറ്റൊരു ക്രീം ഉണ്ട് അളിയാ, ടാന് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ അത് കുറച്ചിട്ടാ മതി, ഭയങ്കര ഗ്ലോ എന്നാ പറയുന്ന ആ ക്രീമിന്. ആ ക്രീമിന് 8,000 രൂപയുണ്ട്, അറിയോ? 8,000. 8,000 റുപ്പീസാ? എന്റെ അളിയ, ആ കാശുണ്ടായിരുന്നു കുടുംബാളിയൊക്കെ പോയിട്ട് വന്നൂടായിരുന്ന. അല്ല, ഈ പറഞ്ഞ സാധനമില്ലേ, അത് ഇവിടെ നാട്ടിൽ കിട്ടുമോ? നാട്ടിൽ കിട്ടാൻ ഓൺലൈനിൽ അച്ഛനും അമ്മനും കഴിച്ചാൽ എല്ലാം കിട്ടില്ല അമ്മ. അയ്യടാ, ഈ സാധനം അങ്ങനെ നാട്ടിലൊന്നും കിട്ടത്തില്ല, ഇത് ഓൺലൈനിലും കിട്ടത്തില്ല. ഇത് അവള് നോക്കിയതാ. ഞാൻ കുറെ തപ്പിയത്, എനിക്ക് കിട്ടിയൊന്നുമില്ല. നല്ല ക്രീം അമ്മാവ, നല്ല രൂപയുണ്ട്. ടാനൊക്കെ ഒരു ഒരാഴ്ചക്കകത്തൊക്കെ പോകുന്ന ബെസ്റ്റ് ക്രീം വേറെ എവിടെ നിന്ന് പറയണേ. എന്തായാലും ഞാൻ ഇതുകൊണ്ട് മാമിനോണ്ടോ കൊടുത്തിട്ട് വരാം. നീ വരുന്നുണ്ടോ? ഞാനും വരുക. ഒരു കടി കൊണ്ടുപോ. വന്ന സമയം പോലെ വാങ്ങി നോക്കിയിരിക്കല്ലേ, വാങ്ങി നോക്കി. പിന്നെ അവളുടെ ഒരു പത്രാസ്, നമ്മൾ ഇങ്ങനത്തെ സാധനമൊന്നും കണ്ടിട്ടില്ലാത്ത കണക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫേസ് വാഷെങ്കിലും എടുക്കാണ്ടോ? ഓസിന് ഞങ്ങളുടെ അല്ല യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പറയും നോക്കി. സത്യം. പിന്നെ എനിക്കിനി കോസ്മെറ്റിക്സിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എങ്ങനെ? ജന്മനാ സൗന്ദര്യമുണ്ട്. യെസ്, കറക്റ്റ്. അത് മോള് പറഞ്ഞ ശരിയാണ്. ദൈവം നമുക്ക് ജന്മനാ ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട്. വെറുതെ എന്തിനാണ് കണ്ട ക്രീമുകളൊക്കെ വാരി തേച്ച് അതിനെ ഇല്ലാതാക്കുന്നത്? സത്യം. അത് ഈ വൃത്തികേടാക്കുന്നില്ല, നമ്മളെ സൗന്ദര്യത്തെ കെയർ ചെയ്യല്ലേ. എനിക്ക് പിന്നെ ഈ മേക്കപ്പ് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല. ലിപ്സ്റ്റിക് പക്ഷെ ഭയങ്കര ഇഷ്ടം. അതിടുമ്പോൾ ഒരു ഭയങ്കര കോൺഫിഡൻസാണ്. എന്നാലും അതെന്ത് ക്രീമായിരിക്കും, ഇട്ട ഉടനെ പെട്ടെന്നൊക്കെ അങ്ങോട്ട് എണ്ണായിരുന്നു കാണത്തില്ലെന്ന് വെറുതെ അങ്ങ് തള്ളിയതായിരിക്കും. പിന്നെ എണ്ണായിരുന്നു പടക്കുറി. നിനക്ക് എത്ര കുശുണ്ട്. ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? വലിയ സുഖമൊന്നുമില്ല. ആണോ? ഒരെണ്ണം കൂടെ കഴിച്ചു. വേണ്ട, സോസിന് കിട്ടിയല്ലേ. എന്റെ ആന്റി വന്ന അമേരിക്കയിലാ മാഡം. പക്ഷെ ഒരു ഡോക്ടറിന്റെ പവർ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല ശമ്പളം കാണുമല്ലേ? ശമ്പളം കാണുമെന്നോ? അവർക്ക് ഡെയിലി അല്ലേ പേയ്മെന്റ്. അത് മാത്രമല്ല, കുറഞ്ഞൊരു 10 ലക്ഷം രൂപയെങ്കിലും മാസത്തിൽ സാലറി ആണ് അവർക്ക്. 10 ലക്ഷം രൂപയോ? പിന്നീട് 10 ലക്ഷം അതിൽ കൂടിയാലേ ഉള്ളൂ. താൻ നഴ്സിംഗ് കഴിഞ്ഞല്ലേ? എങ്കിൽ പോയി രക്ഷപ്പെടാൻ നോക്കാം, അമേരിക്കയിലൊക്കെ പോയിട്ട്. പോണോന്ന് ആഗ്രഹമൊക്കെ കൊണ്ട് വേണം, പക്ഷെ പോവാൻ പറ്റണ്ട. നോക്കാം. നീ അമേരിക്ക പോകണമെങ്കിൽ ഞാനും അമേരിക്ക പോയി സെറ്റിൽ. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പോയി അങ്ങ് രക്ഷപ്പെടും. ചെല്ലു. അവിടെയുള്ള ആളുകളൊക്കെ എന്ത് നല്ല കൾച്ചറാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. എല്ലാവരും റെസ്പെക്ട് ചെയ്യും, പരസ്പര ബഹുമാനം എല്ലാം ഉണ്ട്. ഇവിടുത്തെ ആളുകളാ, പറയാതിരിക്കാ ഭേദം. നിങ്ങളെങ്കിലും പോയി എത്രയും പെട്ടെന്ന് അവിടെ രക്ഷപ്പെടും. അല്ല മാമിന് ഈ പറഞ്ഞ അമേരിക്കയിലൊന്നും പോണോന്നില്ല. എനിക്ക് പോയി കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവിടെ പോയി സെറ്റിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അതിനെനിക്ക് എൻ്റെ നാട് തന്നെ ഇഷ്ടം. എന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പോയി സെറ്റിൽ ആവാൻ മാഡം പറഞ്ഞല്ലേ. അതെന്താണെന്നറിയോ, ഇപ്പോഴത്തെ യൂത്ത് ജനറേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പരസ്പര ബഹുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ നിങ്ങളും അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കണം. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരവസ്ഥ, ഒരാളെയും ബഹുമാനിക്കൂല, ഒന്നുമില്ല. ഈ നാടിന് നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി മാഡം, നോക്കാട്ടോ. കിട്ടാണെങ്കിൽ പോവാം. എന്നാ ഞങ്ങൾ പോട്ടെ. തീർച്ചയായിട്ടും പോയി രക്ഷപ്പെടണം കേട്ടോ. അതിനുള്ള ശ്രമം ഉണ്ടായിരിക്കണം ഇന്നു മുതൽ. ഓക്കെ, ശരി. പിള്ളേരെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ, ദിവസം പത്രം വായിച്ചാൽ ഞെട്ടി 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 പോവുകയാണ്. നമ്മുടെ മക്കളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എടേ അതൊന്നും എടുക്കണ്ട, അവളുമാരുടെയാ. എന്നാലും ഈ റൂമിനകത്ത് പിന്നെ കിടില മണോ അല്ലേ? എന്തോ സ്പ്രേ അടിച്ച് എന്റെ ആന്റി കൊണ്ടുവന്ന സ്പ്രേ അല്ലേ, നല്ല കിടില സ്മെല്ല്. പിന്നെ ഞാൻ ടെറസിൽ ഡ്രസ് എടുക്കാൻ പോണായിരുന്നു. ഇല്ലടാ, നീ ഇവിടെ നിൽക്കാൻ പോണോ? എനിക്ക് മൂടില്ല, നീ പോയിട്ട് വാ. അവളുമായി വെയിറ്റ് ചെയ്യാം. ശരി. ഇത് തന്നെ
ഇത് തേച്ചാൽ ഗ്ലോ കിട്ടുമെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ആഹാ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നാ? ഞാൻ പോട്ടെ. പോലെ നീ അല്ലേ പറഞ്ഞ എനിക്ക് മൈലാഞ്ചേരണോന്ന്? ഞാൻ ഇട്ടുതരാം വാ. ഇല്ല, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ആന്താ? വാ ഇട്ടുതരാം. ഇല്ല എനിക്ക് വേണ്ട. ആന്താ? ആ എനിക്ക് മനസ്സിലായി. ഇന്നലെ വന്നിട്ട് ഇത്തരത്തിന്റെ ദേഷ്യമല്ല ഉണ്ട്. എനിക്കൊരു ദേഷ്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവളല്ലേ ഇട്ടുതരാന്ന് പറഞ്ഞത്, നമുക്ക് ഞാൻ ഇട്ടുതരാം. അവൾ എന്നോടാ പറഞ്ഞ ഞാൻ ഇട്ട് കൊടുത്തോളാം. ഞാൻ ഇട്ടുതരും സ്റ്റെഫിക്ക്. ഞാൻ ഇട്ടുതരാം. വേണ്ട, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന്. എടി ഒരു കാര്യം ചെയ്യാം, നിന്റെ ഈ കൈ എനിക്ക്, ഈ കൈ ഇവൾക്ക്. ഓക്കെ സെറ്റ് അല്ലേ? പിന്നെ വാ, നമുക്ക് പോയിരിക്കാം. ഇല്ലടി, എനിക്ക് പോണം. എവിടെ പോണോന്ന്? എനിക്ക് കക്കൂസി പോണം. കക്കൂസില്ല? ബാത്റൂം ഇവിടെ, ബാത്റൂം ഇവിടെ, പോയി അങ്ങോട്ട് പോകും. ഇവിടുത്തെ കക്കൂസി പോയി എനിക്ക് അപ്പി പോവില്ല. എനിക്ക് പോണം. ഓരോരോ ശീലങ്ങളെ എന്താല്ലേ? ഓ ഇവനെന്താണ് വയ്യേ? സാധനമാണെന്ന് തോന്നുന്നു. ഫോറിൻ ബ്രാൻഡ് അല്ലേ, അതിന്റെ ക്വാളിറ്റി കാണിക്കാതിരിക്കൂ. തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. നല്ല വിലയുള്ള സാധനമാണ് പറഞ്ഞത്, അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഷൂ ഒന്ന് വെളുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ. ഇത്ര പെട്ടെന്ന് വെളുത്തു. ബാക്കി പിന്നെ തേക്കാം. എന്താളിയാ എന്റെ മുഖത്തൊരു വൈക്ലഭ്യം? നന്നായിട്ട് പോയില്ല തോന്നണിയാ. വല്ലതും തേച്ചാ? ആ, പണ്ടെന്റെ കാമോനൊന്നും തേച്ചായിരുന്നു. അല്ല പിന്നെ ഞാൻ ഒന്നും തേച്ചില്ല. അല്ല, മുഖത്തത് തേച്ച പോലെ വെളുത്തിരിക്കുന്നു. അങ്ങോട്ട് പോയപ്പില്ലായിരുന്നല്ലോ. ആര് പറഞ്ഞു? പണ്ട് തൊട്ട് എന്റെ സ്കിൻ ഇങ്ങനെയാണല്ലോ. എന്റെ ഫാമിലിയുള്ള എല്ലാവരുടെയും സ്കിൻ ഇങ്ങനെയാ. അടുത്തോട്ട് വാ. എന്താ ഇത് നല്ല തേമ്പ് കെട്ടാട്ടൊന്നാണ്. എന്തുകൊണ്ടല്ലോ ഞാൻ ഒന്നും തേച്ചില്ലെന്നോ. ഇത്ര ഭംഗി കൂടിയല്ലോ എനിക്ക് ഇച്ചിരി. ഞാൻ ഒന്ന് ഫേസ് വാഷ് ചെയ്തായിരുന്നു, ചിലപ്പോ അതായിരിക്കും. അതായിരിക്കും. അതാണ് ഇത്ര ഗ്ലാമർ. എന്തോളെ ഒന്നുമില്ല, വെറുതെ അമ്മാവൻ കിച്ചണിൽ എന്താ പരിപാടി എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നാ. ആണോ? മുഖത്തൊന്നും തോന്നുന്നത് അമ്മാവ മേക്കപ്പ് ഇട്ടിക്കണ? ഇത്രന്നൊക്കെ റിസൾട്ട് വന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല, അമ്മാവൻ അറിയാമല്ലോ. എന്നാലും മുഖം ഇങ്ങനെ അല്ലല്ലോ. എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്മാവൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കുന്നേ ശരിക്ക്. ജയ, ഓ മേഡം. അല്ല നീ എന്താ, നീ ഇതെവിടെ പോണു? എവിടെ പോലില്ല മേഡം. പിന്നെ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്? ഞാൻ മേക്കപ്പ് ഇടാറില്ല മേഡം. അപ്പൊ പിന്നെ ഈ മുഖമൊക്കെ ഇങ്ങനെ വൃത്തിയോടെ കിടക്കുന്നുണ്ട്. വൃത്തികേടോ? താൻ പോയി കണ്ണാടിയിലും നോക്കി, ചെന്നൊന്ന് നോക്ക്. ആ ജയ, താനേ തൻ്റെ പിന്നെ ആധാറിന്റെ കോപ്പിയും ഒരു ഫോട്ടോയും എനിക്ക് തരണം. അയ്യോ മേഡം, അതിന് ആധാറിന്റെ കോപ്പിയൊക്കെ തന്നല്ലേ ഞാൻ. തന്നോ? ആ. ഓ, എനിക്ക് അതിന്റെ ഫയലൊക്കെ ഒന്ന് റെഡിയാക്കാനായിരുന്നു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു ഫോട്ടോ കോപ്പി എനിക്ക് തരണം കേട്ടോ. ഓ, ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ ഫോട്ടോ എടുത്ത് തരാം. മറക്കരുത് കേട്ടോ. ഇല്ല. കൊണ്ടുവരണേ. ആ ശരി. ശരി. കൊടുത്തതൊന്നും ഓർമ്മയില്ലേ? എവിടെയെങ്കിലും കൊണ്ട് വച്ച് കാണും. വയസ്സായില്ലേ ഇനി ഇങ്ങനെയൊക്കെ തന്നെ. അളിയോ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. നിങ്ങളുടെ പത്രത്തിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എഴുതിയിരുന്നായിരിക്കും ഞാൻ. ആര്, നീയാ? ആ നീ എഴുതി നോക്ക്. പിന്നെ അവിടെ കൊടുത്ത് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ല? നിനക്ക് എന്റെ കഴിവിൽ വിശ്വാസമില്ലേ? അല്ല, കഴിവില് വിശ്വാസമൊക്കെ ഉണ്ട്, നല്ല കഴിവുള്ളൂ നിനക്ക്. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞത് എഴുതി നോക്കാൻ പറഞ്ഞത്. അഗ്നി ഫ്രാൻസിസ് ആ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന എന്നെ വെച്ചിട്ടാണ്. ഞാൻ ഒന്ന് UK പോയ ഗ്യാപ്പിലാണ് നിന്നെ വെച്ചിട്ട്. അത് കുറെ ഞാൻ അറിഞ്ഞു. നിന്റെ മുഖത്തെന്തോ മുഖൊക്കെ ചുമന്നിരിക്കുന്നു. ഇല്ലേടി, ശരിക്കും നിനക്ക് എന്താ പറ്റില്ല അളിയാ? എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? നീ വല്ലതും തേച്ച മുഖത്ത്? നിനക്ക് എന്തെങ്കിലും ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ പറഞ്ഞപ്പോ ഒരു നീ ഒന്ന് കണ്ണാടി പോയി നോക്ക്. അളിയാ, അളിയാ, ഇതെന്തോ അലർജിയാണെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് ശരിക്കും ചൊറിച്ചിലുണ്ടോ? എന്റെ മുഖം ചൊറിയുന്നില്ല ഇത്. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പല ക്രീം എടുത്ത് വാരി തേച്ച് കാണും. അല്ലെങ്കിൽ വന്നേ, ഇതെന്തോ സീനാണ്. നിന്റെ മാമി എന്ത് തേങ്ങ കൊണ്ടുവന്ന് അമേരിക്കന്ന്? എന്റെ മാമി തേങ്ങയല്ല മിഠായി അല്ലേ കൊണ്ടുവന്നത്? തേങ്ങയുടെ മിഠായി. മാങ്ങാത്തലി അല്ലാതെ എന്റെ മുഖത്ത് ഒരു ചൊറി പിടിക്കണം. എല്ലാത്തിനും കണ്ടത് ഇവളൊറ്റയാ. ഓഹോ, അപ്പൊ നീയാണ് എന്റെ അളിയന്റെ മോന്ത ഇങ്ങനെ ആക്കിയല്ലേ? ഞാനല്ല. പിന്നെ മാമിയുടെ ക്രീം അതേതാ ലോക്കൽ ക്രീം അല്ലാതെ നീ ഏത് മടക്കണെന്ന് വാങ്ങിച്ചോണ്ടി ക്രീം? എന്റെ മാമി അമേരിക്കന്ന് ആഫ്രിക്കന്ന് ക്രീം മേടിക്കും. നീ ആരാ ചോദിക്കാനായിട്ട്? ആ ക്രീം തേച്ചിട്ട് എന്റെ മോ ഇങ്ങനെ ആയത്. നീ എന്റെ ക്രീം എടുത്ത് തേച്ചാ? എന്റെ മാമീന്റെ ക്രീം എടുത്ത് നീ തേച്ചാ? എടി സ്റ്റെഫി, അപ്പൊ നീ ചോദിക്കാതാണ് ആ ക്രീം എടുത്ത് തേച്ചത്? ഓസിന് കിട്ടിയ ശരിയാക്കണം, നോക്കട്ടെ. ഇവിടെ മൊത്തം തടിച്ചു. നീ ചിരിക്കില്ല. നീ ഇൻസ്റ്റന്റ് ഗ്ലോയാണ്, 8000 ഗുണവേണ്ട സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എനിക്ക് തരത്തില്ലെന്ന് വന്നപ്പോ എനിക്ക് ക്രീം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ നീ തേച്ചത് ഇതല്ലേ? അത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. അയ്യോ, അപ്പൊ ഞാൻ തേച്ചത് ഏത് ക്രീം? ശരിയാക്കി തരാം. എന്തിയെ എന്തോന്ന് ഇവിടെ? എന്തോന്ന് പ്രശ്നം? എപ്പോ നോക്കിയാലേ വഴക്കേ നീ? അല്ല സ്റ്റെഫി ഉണ്ടല്ലോ, ഇവളുമാരെ ഏതോ ക്രീം യൂസ് ചെയ്തിട്ട് റിയാക്ട് ചെയ്ത് ഫേസ് മൊത്തം കണ്ട് പൊള്ളിയിരിക്കുന്നു. അയ്യോ മോളെ, ഇതെന്തോന്നത്? നേരത്തെ ഇത്രയും ചോപ്പില്ലായിരുന്നല്ല. നോക്കട്ടെ. ഇതാണോ നീ എടുത്ത് തേച്ചത്? എന്റെ പൊട്ടിക്കോളി, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേക്ക് ക്രീമാണിത്. എഴുതാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അയ്യോ, ഇത് തേച്ചിട്ട് അലർജി, കിഡ്നി പ്രോബ്ലംസ് വരെ വരുന്നുണ്ട്. ചോദിക്കാതെ പറയാതെ മുറി കയറി സാധനം എടുക്കും. അപ്പൊ ഇത് എന്നൊക്കെ വേണം. പെണ്ണുപിള്ളെ ഒരാൾക്ക് വയ്യാതടക്കമുള്ള ചെറ്റവർത്താനം പറയേണ്ടത് കേട്ടോ. നീ എന്തിനാ ഈ ക്രീം ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? എടി, ഇതിന് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാറ് തന്നു വിട്ടതാണ്. അതെടുത്ത് തേച്ചല്ലോ. അമ്മ ഞാൻ തൂമ്മ എന്നെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകുമ്പോ അയ്യോ ഞാൻ കൊണ്ടോ കരയാതെ. സ്റ്റെഫി, ഹോസ്പിറ്റലിൽ കൊണ്ടാവും. അതെ, എനിക്കൊരു 10 മിനിറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് തരുമോ? എന്നാത്തില്ല അല്ല, ഇത് തേച്ചിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാലേ പൊളിക്കും. അങ്ങനെ ഞാനൊരു ക്യാപ്ഷൻ പറയാം. അനുഭവങ്ങൾ പാളിച്ചകൾ. അതിനെ നല്ലൊരു ക്യാപ്ഷൻ ഞാൻ പറയാം. വെളുത്തിട്ട് പറല് നേർക്കാഴ്ചകൾ. അത് പൊളിക്കും. സൂപ്പർ പൊളിക്കും അത്. അമ്മ